അടുത്തതായിട്ട് സെക്കൻഡ് പോയിന്റ് ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ നമുക്കറിയാം, ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ ലിക്വിഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ മാത്രമേ എടുക്കുള്ളൂ. അതിൽ രണ്ട് ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഒന്ന് സ്റ്റോക്കും മറ്റൊന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസും. ഈ ക്വസ്റ്റ്യനിൽ ലിക്വിഡ് അസറ്റ് കണക്കാക്കുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഐറ്റം ഒരൈറ്റമേ ഉള്ളൂ. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇവിടെ ഇല്ല, ഈ ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് എടുക്കണ്ട. ബാക്കി മൂന്ന് ഐറ്റംസ്, അതായത് ഡെപ്റ്റേഴ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് ഇൻ ഹാൻഡ്. ഡെപ്റ്റേഴ്സ് 60,000, 60,000 ആണ് ഡെപ്റ്റേഴ്സ് വരുന്നത്. ലിക്വിഡ് അസറ്റ് എന്ന് പറയുമ്പോൾ 60,000, ഡെപ്റ്റേഴ്സ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 40,000 പ്ലസ് ക്യാഷ് ഇൻ ഹാൻഡ് 10,000. കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ്. 90,000 പ്ലസ് 20,000, ദാറ്റ് ഈസ് 1,10,000. ഇവിടെ 1,10,000, 1,10,000 ഡിവൈഡഡ് ബൈ 1,10,000 ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 1:1. അപ്പോൾ അതാണ് ലിക്വിഡ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എന്നല്ല, കറക്റ്റാണ്. ഐഡിയൽ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ആണ്. ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോയിൽ നമ്മൾ വരുന്നത് ഇവിടെ ഉള്ളതിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ് 1,10,000. ദാറ്റ് ഈസ് ക്യാഷ് പ്ലസ് ക്യാഷ് 10,000 പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 40,000 ഹോൾ ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1,10,000. അപ്പോൾ ഇവിടെ 50,000 ഡിവൈഡഡ് ബൈ 1,10,000 ആൻസർ കിട്ടുക 0.45 ആണ്. അപ്പോൾ നമ്മൾ റേഷ്യോ ആക്കുമ്പോൾ 0.45:1 ഇതാണ് റേഷ്യോ വരും. അപ്പോൾ നമ്മൾ നേരത്തെ 2.09:1 ആണ് നമ്മുടെ കറണ്ട് റേഷ്യോ വന്നത്. 2.09:1 ആണ്. ലിക്വിഡ് റേഷ്യോ വന്ന് 1:1 ആണ്. ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ വന്നത് 0.45:1 ആണ്. അപ്പോൾ ഇതിൽ റേഷ്യോ കണ്ടു കഴിഞ്ഞു. നമ്മളോട് പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് കാണുക, പ്ലസ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ ഒന്നാമത്തെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ലിക്വിഡ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് 2.09:1 ആണ്. 2.09:1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നിയർ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ഓർ സ്ലൈറ്റ്ലി ഹയർ ദാൻ ദി എന്താണ് കറണ്ട് റേഷ്യോ, അല്ലെങ്കിൽ എന്താണ് ഐഡിയൽ റേഷ്യോ ഓഫ് കറണ്ട് റേഷ്യോ. ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടി കൂടുതലാണ്, ബെറ്ററാണ്. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അല്ലെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ ഒന്നാമത്തെ റേഷ്യോ ആയിട്ടുള്ള കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് നല്ല ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പവറുള്ള റേഷ്യോ ആണ്, നല്ല ലിക്വിഡിറ്റി പൊസിഷനുള്ള റേഷ്യോ ആണ് 2.09:1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്, ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്, അല്ലെങ്കിൽ സെയിം ആണ്. എന്തിനോട് സെയിം ആണ്? നമ്മുടെ ആബ്സല്യൂട്ട് റേഷ്യോ അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോനോട് സെയിം ആണ് 1:1 എന്ന് പറഞ്ഞാൽ. ഒരു കറണ്ട് ലയബിലിറ്റിക്ക് ഒരു എന്താണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് ബെസ്റ്റാണ്, നല്ല പൊസിഷനാണ്. മൂന്നാമത്തെ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോയ്ക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. 0.5:1 ആണ്
ഐഡിയൽ റേഷ്യോ ഇവിടെ 0.45:1 ആണ്. നിയർ ടു എന്താണ് ഐഡിയൽ റേഷ്യോ ആണ്. അപ്പം ഇത് മൂന്നും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഈ കമ്പനി ഒരു ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനിലാണ്, ബെറ്റർ ലിക്വിഡിറ്റി പൊസിഷൻ എൻജോയ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ ക്രെഡിറ്റേഴ്സിനും മറ്റാളുകൾക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഇവരോട് ബിസിനസ് നടത്താൻ. കാരണം എന്താണ്, കമ്പനിയിൽ എന്താണ് നല്ല ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ട്, നല്ല ലിക്വിഡിറ്റി പൊസിഷൻ ഉണ്ട്, നല്ല പേയ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ള കമ്പനിയാണിത്. ഇതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ എഴുതുന്നത്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം പേജ് നമ്പർ 259, പുതിയ ടെക്സ്റ്റിലെ പേജ് നമ്പർ 259, ഇല്ലസ്ട്രേഷൻ 3 ആണ്. അപ്പോൾ അത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കറണ്ട് റേഷ്യോ 2:1, ലിക്വിഡ് റേഷ്യോ 1.5:1. അപ്പോൾ കറണ്ട് റേഷ്യോ 2:1 എന്ന് പറഞ്ഞാൽ 2 കറണ്ട് അസറ്റും 1 കറണ്ട് ലയബിലിറ്റിയും. ലിക്വിഡ് റേഷ്യോ 1.5:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലിക്വിഡ് അസറ്റും അതുപോലെ തന്നെ 1 കറണ്ട് ലയബിലിറ്റിയാണുള്ളത്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, എന്താണ് 20,000 ആണ്. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കറണ്ട് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ലിക്വിഡ് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വാല്യൂ ഓഫ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ആദ്യം കറണ്ട് റേഷ്യോ is equal to current asset divided by current liability. അത് എത്രയാണ്? 2:1. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ നമുക്കിതിന് വാല്യൂ കൊടുക്കാം. ലെറ്റ് current asset is equal to x. Let current asset is equal to x and current liability x കൊടുക്കാം, and current asset is equal to 2x. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ്, കറണ്ട് ലയബിലിറ്റി എക്സ് എന്നുള്ളതും കറണ്ട് അസറ്റിനെ 2x എന്നുള്ള വാല്യൂ കൊടുത്തു. ഇത് പ്രകാരമാണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് CA/CL ആണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 20,000 ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക? എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു CA മൈനസ് CL അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു CA, കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് അസറ്റിന് 2x എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ കൊടുക്കാതെയും ചെയ്യാൻ പറ്റൂട്ടോ. അത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കേണ്ട, അല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുട്ടികൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എക്സിൻ്റെ വാല്യൂ കൊടുത്തത്. 2x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2x എന്ന് പറയുക എക്സ് പോയാൽ എത്രയാണ് വരിക? എക്സ് തന്നെ അല്ലേ? അതാണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 20,000. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് വളരെ വർക്കിംഗ് ക്യാപിറ്റൽ 20,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 20,000 വർക്കിംഗ് ക്യാപിറ്റൽ 20,000 ആണ്. അതേപോലെ തന്നെ എക്സിൻ്റെ വാല്യൂവും തന്നെയാണ് 20,000 തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 20,000. Therefore കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 2x പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താ വരിക? എക്സിൻ്റെ വാല്യൂ 20,000 ആണെങ്കിൽ 20,000 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 40,000. കറണ്ട് ലയബിലിറ്റി 20,000, കറണ്ട് അസറ്റ് 40,000 വില വരും. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ കറണ്ട് ലയബിലിറ്റിയുടെ വില കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ലിക്വിഡ് അസറ്റ്സിൻ്റെ വിലയും വാല്യൂ ഓഫ് സ്റ്റോക്കാണ് അല്ലേ? ലിക്വിഡ് അസറ്റിൻ്റെ വില അറിയുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറണ്ട് ലയബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഐറ്റം കൂടി ഉണ്ട്, ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് 1.5:1 ആണ്. ദാറ്റ് ഈസ്
ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 1.5 എന്ത് വരും? ലിക്വിഡ് അസറ്റ്സ് വരും അല്ലേ? നമുക്കിവിടെ കറണ്ട് ലയബിലിറ്റി എത്ര കിട്ടിയിട്ടുണ്ട്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 20,000 ആണ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 20,000 ആണ്. Therefore, liquid asset is equal to 20,000 into 1.5 is equal to 30,000. That's liquid assets. ഇനി അടുത്തത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. കറണ്ട് അസറ്റ് എത്രയാ? 40,000 മൈനസ് ലിക്വിഡ് അസറ്റ് എത്രയാ? 30,000 ഈസ് ഈക്വൽ ടു 10,000. മനസ്സിലായില്ലേ? മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ: കറണ്ട് റേഷ്യോ 2:1, ലിക്വിഡ് റേഷ്യോ 1.5:1, വർക്കിംഗ് ക്യാപിറ്റൽ 20,000. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇതാണ് അതിൻ്റെ നമുക്ക് കയറി പോകാനുള്ള ത്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള ഒരു ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ത്രെഡ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ആ എമൗണ്ടാണ് 20,000 ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം, ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ വരണം CA മൈനസ് CL ആണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? CA മൈനസ് CL ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ CA നമുക്കറിയാം. ഇതിപ്പോൾ എക്സിൻ്റെ ഒന്നും സഹായം ഇല്ലാണ്ട് ചെയ്യാം. കറണ്ട് അസറ്റ് എത്രയാണ്? 2 ആണ്. കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 1 ആണ്. Therefore എന്താണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1 ആണ്. ആ 1 ആണ് 20,000. Therefore ആ 1 20,000 ആണെങ്കിൽ കറണ്ട് അസറ്റ് എത്രയായിരിക്കും? 40,000 ആയിരിക്കും. മനസ്സിലായി? മനക്കണക്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ കുട്ടികൾക്ക് ഇത് പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടി, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് വാല്യൂ കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു CA ഡിവൈഡ് ബൈ CL ഈസ് ഈക്വൽ ടു 2:1. ദെൻ എന്താണ്? ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റി. ഇത് എഴുതിയത് കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റി ആൻഡ് എന്താണ് 2x ഈസ് ഈക്വൽ ടു എന്താണ്? എന്താ 2x എന്ന് പറയാൻ കാരണം എക്സ് കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ അതിന് ഇരട്ടിയാണ് കറണ്ട് അസറ്റ്. അതുകൊണ്ടാണ് 2x വരാൻ കാരണം അല്ലേ? 2x ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ്. ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി, വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി കറണ്ട് ലയബിലിറ്റിക്ക് എക്സ് എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. ദെൻ കറണ്ട് ലയബിലിറ്റി എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് കറണ്ട് അസറ്റ്. ദാറ്റ് ഈസ് 2x ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്. മനസ്സിലായല്ലോ? ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് 20,000. 20,000 ഈസ് ഈക്വൽ ടു CA മൈനസ് CL. അതായത് 20,000 ഈസ് ഈക്വൽ ടു എക്സ്. മനസ്സിലായല്ലോ? CA മൈനസ് CL എന്ന് പറഞ്ഞാൽ എന്താ? 2x മൈനസ് എക്സ്. 2x 2x എന്ന് ഒരു എക്സ് പോയാൽ എത്രയാണ്? ഒരു എക്സ് ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 20,000. ആ എക്സ് ആണെന്ത്? നമ്മുടെ കറണ്ട് ലയബിലിറ്റി. എക്സ് ഈസ് ഈക്വൽ ടു 20,000. Therefore കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 2x. 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20,000 ഇൻറ്റു 2 40,000 അല്ലേ? ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റും കിട്ടി, കറണ്ട് ലയബിലിറ്റിയും കിട്ടി. അടുത്തത് എന്ത് ചെയ്യുക? ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ 1.5:1. ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലിക്വിഡ് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ്. മനസ്സിലായല്ലോ? ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലിക്വിഡ് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ലിക്വിഡ് അസറ്റ് 1.5 ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് ലയബിലിറ്റി നമുക്ക് 20,000 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 20,000 ആണെങ്കിൽ അതിൻ്റെ 1.5 ഇരട്ടി അല്ലേ? 20,000 ഇൻറ്റു 1.5. അപ്പോൾ നമുക്ക് മനസ്സിലായി ലിക്വിഡ് അസറ്റ്സ് എത്രയാണ്? 30,000 ആണ്. ദെൻ സ്റ്റോക്ക് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CA മൈനസ് LA. നമ്മളെപ്പോഴും പറയുന്നുണ്ട് ലിക്വിഡ് അസറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചാൽ മതി അല്ലേ? എല്ലാ ക്വസ്റ്റ്യനിലും പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ എല്ലാ ക്വസ്റ്റ്യനിലും ഉള്ള സ്റ്റോക്ക് മാത്രം നമ്മൾ കുറയ്ക്കുന്നു. കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡ് അസറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റോക്ക് കിട്ടും. കറണ്ട് അസറ്റ് എത്രയാണ്? 40,000 ആണ്. ലിക്വിഡ് അസറ്റ് എത്രയാണ്? 30,000 ആണ്. Therefore സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10,000. കുഴപ്പമില്ല, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രോബ്ലം നമ്പർ നെക്സ്റ്റ് ആണ്, പേജ് നമ്പർ 260 ആണ്. ഇത് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സെയിം തന്നെ, പക്ഷേ അതിൻ്റെ മോഡൽ വ്യത്യാസമുണ്ട്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ കമ്പനി ആർ ഗിവൺ ബിലോ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. കറണ്ട് ലയബിലിറ്റീസ് 50,000 ആണ്. കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ടാണ് തന്നിട്ടുള്ളത്. കറണ്ട് റേഷ്യോ 2.5:1. ലിക്വിഡ് റേഷ്യോ 1.25:1.
എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കറണ്ട് ലയബിലിറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദെൻ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു CA ഡിവൈഡ് ബൈ CL ഈസ് ഈക്വൽ ടു 2.5 ആണ്. അപ്പോൾ 2.5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2.5 ഡിവൈഡ് ബൈ 1. അതായത് കറണ്ട് അസറ്റ് 2.5ഉം കറണ്ട് ലയബിലിറ്റി 1ഉം ആണ്. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യാം? അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. 2.5 ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എത്രയാണ്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ 1 എന്ന് പറയുന്നത് എത്രയാണ്? 50,000 രൂപയാണ് അല്ലേ? 50,000 ആണ്. അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെയാണ് മാറ്റി എഴുതുക? Therefore CA ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഈസ് ഈക്വൽ ടു 50,000 ഇൻറ്റു 2.5. 50,000 ഇൻറ്റു 2.5 എന്ന് പറയുമ്പോൾ 1,25,000. ഇത് കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എഴുതി പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോയിൽ ഞാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? കറണ്ട് റേഷ്യോ 2.5:1 ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താ? ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2.5 കറണ്ട് അസറ്റ് അല്ലേ? നമ്മുടെ കയ്യിൽ ഒരു രൂപയാണ് കറണ്ട് ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റ് എത്ര ഉണ്ടാവും? 2 രൂപ ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ കറണ്ട് ലയബിലിറ്റീനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ കറണ്ട് അസറ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ കറണ്ട് ലയബിലിറ്റി 50,000 ആണെങ്കിൽ ഞാൻ അതവിടെ ചെയ്തിട്ടുള്ള അവസാനം നമ്മൾ അതിലേക്ക് എത്തി. 50,000 ഇൻറ്റു 2.5 ദാറ്റ് ഈസ് 1,25,000. വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്തത് ലിക്വിഡ് അസറ്റ്, ലിക്വിഡ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1.25:1 ആണ്. 1.25:1 എന്ന് പറഞ്ഞാൽ therefore ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 50,000 ഇൻറ്റു ഇവിടെയും ഡിനോമിനേറ്റർ എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെയും കറണ്ട് ലയബിലിറ്റി തന്നെയാണ് വരുന്നത്. എത്രയാണ്? 50,000 ഇൻറ്റു 1.25 ദാറ്റ് ഈസ് എത്ര വരിക? ലിക്വിഡ് അസറ്റിന് 62,500. 62,500. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ കാണാം? നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ കാണാം? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു CA മൈനസ് CL അല്ലേ? ഇവിടെ നമ്മൾ CA എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? CA 1,25,000 ഉണ്ട്. നമ്മുടെ കറണ്ട് അസറ്റ് 1,25,000 ആണ്. മൈനസ് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000 അല്ലേ? അപ്പോൾ 1,25,000 നിന്ന് 50,000 കുറച്ചാൽ എത്രയാണ് വരിക? 75,000. 75,000 ആണ് നമ്മുടെ എന്തായിട്ട് വരിക? വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരിക. അടുത്ത പോയിന്റ് എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു CA മൈനസ് LA ലിക്വിഡ് അസറ്റ്. കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. കറണ്ട് അസറ്റ് എത്രയാ? കറണ്ട് അസറ്റ് 1,25,000 മൈനസ് ലിക്വിഡ് അസറ്റ് എത്രയാ? ലിക്വിഡ് അസറ്റ് 62,500 അല്ലേ? 1,25,000 നിന്ന് 62,500 കുറച്ചാൽ 62,500. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ നമുക്ക് ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ കമ്പനി ആർഗ്യൂൺ ബിലോ എന്നുള്ള ക്വസ്റ്റ്യനിലെ കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇവിടെ പതിവിൽ വേരിയതായിട്ട് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത്. കറണ്ട് ലയബിലിറ്റീസിൻ്റെ എമൗണ്ടാണ് തന്നിട്ടുള്ള 50,000 രൂപ. എന്നിട്ട് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് 1 രൂപ കറണ്ട് ലയബിലിറ്റിക്ക് 2.5 കറണ്ട് അസറ്റ് ഉണ്ട്. മറ്റോടത്ത് എന്താണ്? 1 രൂപ കറണ്ട് ലയബിലിറ്റിക്ക് 1.25 ലിക്വിഡ് അസറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. കറണ്ട് അസറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? കറണ്ട് ലയബിലിറ്റി ഉണ്ട് 50,000 രൂപ. 50,000 ഇൻറ്റു 2.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും
അല്ലേ? അതുപോലെ തന്നെ ലിക്വിഡ് റേഷ്യോയിൽ എന്താണ് 50,000 ഇൻറ്റു 1.25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് അസറ്റ് കിട്ടും. എന്താണ് ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ് ആണ് എന്ത് സ്റ്റോക്ക് വരുന്നത്. അതുപോലെ തന്നെ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് എന്ത് വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റും. അത്ര ഈസിയാണ്. അടുത്തായിട്ട് നമുക്കിവിടെ ഒരു ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഹോംവർക്ക് കുട്ടികളൊക്കെ ചെയ്യണം. അത് ചെയ്ത് ബുക്കിൽ എഴുതിയതിന് ശേഷം എനിക്ക് വാട്സപ്പ് ചെയ്യണം. വർക്ക് ചെയ്ത് കഴിഞ്ഞവരെ അടുത്ത സൺഡേക്കുള്ളിൽ നെക്സ്റ്റ് സൺഡേക്കുള്ളിൽ ഇത് വർക്ക് ചെയ്ത് വാട്സപ്പ് ചെയ്യണം. പേജ് നമ്പർ 260 ഇല്ലസ്ട്രേഷൻ 5 ആണ്. BBA ക്ലാസ്സിൽ BCom ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹോംവർക്ക് എടുത്ത് അയച്ചു തരാറുണ്ട്. പക്ഷേ BBA ക്ലാസ്സിലെ കുട്ടികൾ വളരെ റെസ്പോൺസ് വളരെ കുറവാണ്. സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹോംവർക്ക് ചെയ്ത് അയച്ചു തരുന്ന കുട്ടികൾ വളരെ വളരെ കുറവാണ് BBA ക്ലാസ്സിൽ. ഇപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക, എല്ലാവരും തന്നെ ഹോംവർക്ക് ചെയ്ത് എഴുതി വാട്സപ്പ് ചെയ്ത് കാണിക്കണം. ഇനി നമുക്ക് ഹോംവർക്ക് പേജ് ഞാൻ ഒന്നുകൂടി പറയാം, റിപ്പീറ്റ് ചെയ്യാം. 260 പേജിൽ ഇല്ലസ്ട്രേഷൻ 5 ആണ് ഹോംവർക്ക്. ഇനി നമുക്ക് അടുത്ത റേഷ്യോയിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ആ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഇൻട്രസ്റ്റ് കവർ ചെയ്യുന്ന റേഷ്യോ ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ഫേംസ് എബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻസ് എന്താണ് പീരിയോഡിക്കലി. അതായത് ഒരു സ്ഥാപനത്തിന് അവരെടുത്തിട്ടുള്ള ലോണിന് അല്ലെങ്കിൽ അവർ കടം വാങ്ങിയിട്ടുള്ള എമൗണ്ടിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, മെഷർ ചെയ്യുന്ന റേഷ്യോനെയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ഫേംസ് എബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻസ് പീരിയോഡിക്കലി. ഒരു ഫേമിൻ്റെ എന്താണ് കടം വാങ്ങിയിട്ടുള്ളതിനോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളതിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടുന്ന ആ കപ്പാസിറ്റി ഫേമിനുണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോനാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ആനുവൽ ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്. അല്ലേ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായാലോ? അത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോഫിറ്റിനെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റിനെ, ടാക്സ് കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഇൻട്രസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും. ഇതിന് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ആനുവൽ ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ ആനുവൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് കൊണ്ട്, അതായത് ആനുവൽ ഇൻട്രസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ദിസ് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് ഫിക്സഡ് ചാർജസ് കവർ. ഈ റേഷ്യോനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ചാർജസ് കവർ. ഫിക്സഡ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ ഫിക്സഡ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് ചാർജസ് കവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു പേര് ടൈംസ് ഇൻട്രസ്റ്റ് ഏൺഡ്, അതായത് ടൈംസ് ഇൻട്രസ്റ്റ് ഏൺഡ് എന്നുള്ള പേരിലും ഇതറിയപ്പെടും. അപ്പോൾ 3 പേരിൽ ഇതിനെ വിളിക്കും. എന്താണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ദെൻ എന്താണ് ഫിക്സഡ് ചാർജസ് കവർ, ദെൻ ടൈംസ് ഇൻട്രസ്റ്റ് ഏൺഡ് എന്നുള്ള രീതിയിൽ വിളിക്കും. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ദ റേഷ്യോ ബെറ്റർ ദ പൊസിഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ്. ഹൈ റേഷ്യോ ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് നല്ല പൊസിഷനാണ്, ധൈര്യമായിട്ട് കടം കൊടുക്കാം. ലോ റേഷ്യോ ആണെങ്കിൽ ആ ഫേം എന്താണ്, ദർ ഇസ് എ ചാൻസസ് ഓഫ് ഡിഫോൾട്ട് ബൈ ദ ഫേം. ആ ഫേം ഡിഫോൾട്ട് ഇപ്പം നമുക്കറിയാലോ, കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ള ലാഭമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ഡിഫോൾട്ട് വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ലോ റേഷ്യോ ആണെങ്കിൽ അതെന്താണ്, ഡിഫോൾട്ട് വരുത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഹൈ റേഷ്യോ ആണെങ്കിൽ അതെന്താണ്, ബെറ്റർ പൊസിഷനാണ്, ക്രെഡിറ്റേഴ്സ് നല്ലതാണ്, ധൈര്യമായിട്ട് കടം കൊടുക്കാം. ഇപ്പോൾ ബാങ്കേഴ്സൊക്കെ നോക്കുന്ന റേഷ്യോ ആണത്. ബാങ്കൊക്കെ കടം കൊടുക്കുന്ന നേരത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ആദ്യം നോക്കുക എന്താണ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ വാങ്ങി അവരാദ്യം നോക്കി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. നല്ല റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമാണ് ബാങ്ക് തരുള്ളൂ. എന്താ കാരണം? നല്ല റേഷ്യോ ഉള്ള ഒരു സ്ഥാപനത്തിന് മാത്രമാണ് റീപേ ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ബാങ്കേഴ്സ്, ക്രെഡിറ്റേഴ്സ് ഒക്കെ ഒരു സ്ഥാപനത്തിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കപ്പാസിറ്റി അറിയാൻ വേണ്ടി കാണുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം പേജ് നമ്പർ 262 ആണ്, 262 പേജ്, ഇല്ലസ്ട്രേഷൻ 6 ആണ്. ഞാൻ പ്രോബ്ലം വായിക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റ്സ് ടു ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡിൻ്റെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നെറ്റ് സെയിൽസ് 3 lakh ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2,20,000 ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 20,000 ആണ്. ആനുവൽ ഇൻട്രസ്റ്റ് ചാർജസ് 12,000 ആണ്.
കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാണണമെങ്കിൽ എന്ത് വേണം? ഏണിങ്സ് വേണം, പ്രോഫിറ്റ് വേണം, പിന്നെന്ത് വേണം? ആനുവൽ ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്ര? 12,000 രൂപയാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോഫിറ്റ് കാണാൻ നമുക്ക് സാധാരണ കാണുന്ന പോലെ തന്നെ നമ്മൾ എന്ത് എഴുതുക? സെയിൽസ് എത്രയാണ്? 3 lakh. ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, CGS. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റ വിലയുടെ കോസ്റ്റ് അല്ലേ. 3 ലക്ഷം രൂപയ്ക്കുള്ള സെയിൽസ് നടത്തുന്നുണ്ട്. അതിൻ്റെ ആ 3 ലക്ഷം രൂപയ്ക്ക് വിറ്റ ഐറ്റത്തിൻ്റെ കോസ്റ്റ് എത്രയാണ്? 220. 2,20,000 ആണ് അതിൻ്റെ കോസ്റ്റ്. അപ്പം നമുക്ക് മനസ്സിലായി 80,000 ആണ് നമ്മുടെ എന്തുള്ളത്? ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഓപ്പറേറ്റിംഗ് ലെസ് ദ ബിസിനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണ്? 20,000. ഇതാണ് നമ്മുടെ എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ദാറ്റ് ഈസ് EBIT. ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 60,000. ഇനി നമുക്കറിയേണ്ടത് ഈ 60,000 നമ്മുടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കപ്പാസിറ്റി എത്രയാണ്? 12,000 ആണ് അല്ലേ. ഒരു വർഷം നമുക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 12,000. അപ്പോൾ ഏണിങ്സ് 60,000 നമുക്കൊരു വർഷം കൊടുക്കേണ്ടത് 12,000 ആണ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 60,000 ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ്. മനസ്സിലായല്ലോ? നമ്മുടെ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 60,000. നമ്മുടെ എന്താണ്? ഇൻട്രസ്റ്റ് എത്രയാണ്? 12,000 ആണ്. ഈസ് ഈക്വൽ ടു 5 times. അപ്പം നമ്മുടെ ഫേമിൻ്റെ റിസൾട്ട് എത്രയാണ്? 5 times ആണ്. 5 times എന്ന് പറഞ്ഞാൽ 5 ഇരട്ടിയാണ്. നമുക്കൊരു വർഷം കൊടുക്കേണ്ട ഇൻട്രസ്റ്റിനേക്കാളും 5 ഇരട്ടി പ്രോഫിറ്റാണ് നമുക്കുള്ളത്. അതിൻ്റെ അർത്ഥം ഇൻ്റർപ്രിട്ടേഷൻ എന്താ വരിക? ഈ ഫേമിന് നല്ല കപ്പാസിറ്റി ഉണ്ട് അല്ലേ. ഈ ദ ഫേംസ് എന്താണ്? റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഹൈലി സാറ്റിസ്ഫാക്ടറി അല്ലേ. ഈ ഫേമിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്രയാണ്? ഹൈലി സാറ്റിസ്ഫാക്ടറി ആണ്. ധൈര്യസമേതം ഈ സ്ഥാപനത്തിന് എന്ത് ചെയ്യാം? കടം കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിലേക്ക് വരാം. ഈ പ്രോബ്ലം ഇതാണ്. പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റും നമ്മൾ ഒരു വർഷം കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റും തമ്മിലുള്ള കമ്പാരിസണാണ്. അപ്പോൾ ആദ്യം അതിൽ പ്രോഫിറ്റ് കാണണം. ഈ പ്രോഫിറ്റിനാണ് നമ്മൾ EBIT എന്ന് പറയുന്നത്, ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. പ്രോഫിറ്റ് കാണാൻ ആദ്യം എന്ത് ചെയ്യണം? സെയിൽസിൽ നിന്ന് ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചു. അപ്പോഴാണ് നമുക്ക് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടി. അത് 60,000 രൂപയാണ് അല്ലേ. 60,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 12,000 ആണ്. 12,000-ൻ്റെ 5 ഇരട്ടിയാണ് നമുക്ക് ഓരോ വർഷം എന്ത് കിട്ടുന്ന വരുമാനം കിട്ടുന്നത്. അപ്പോൾ 5 times എന്ന് പറയുന്നത് അത് ഒരു ബെറ്റർ അല്ലെങ്കിൽ എന്താണ്? ഹൈലി സാറ്റിസ്ഫാക്ടറി ലെവലാണ്. എന്തിനെ സംബന്ധിച്ച്? ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ബാങ്കുകൾക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ക്രെഡിറ്റേഴ്സിനൊക്കെ ധൈര്യമായിട്ട് ഈ സ്ഥാപനത്തിന് എന്ത് ചെയ്യാം? കടം കൊടുക്കാം. നെക്സ്റ്റ് ഈസ് അനാലിസിസ് ഓഫ് സോൾവൻസി ഓർ സോൾവൻസി റേഷ്യോസ്. സോൾവൻസി മീൻസ് ദ എബിലിറ്റി ടു മീറ്റ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് സോൾവൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലോങ് ടൈം ലിക്വിഡിറ്റി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ലോങ് ടൈം ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണിത്. അതായത് സോൾവൻസി എന്ന് പറയുന്നത് ഫേമിൻ്റെ ലോങ് ടൈം ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടേമും ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടേമുമായിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് സോൾവൻസി എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിൻ്റെ ലോങ് ടൈം ഡെപ്റ്റ് ലിക്വിഡേഷൻ സമയത്ത് എങ്ങനെ പേ ഓഫ് ചെയ്യാം, ഇതിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് സോൾവൻസി എന്ന് പറയുന്നത്. ഇനി കുട്ടികൾ എന്ത് ചെയ്യുക? സോൾവൻസി എന്നുള്ള ടേം ലോങ് ടൈം ലിക്വിഡിറ്റി ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തെ റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം നമുക്ക്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. എ ഫേം യൂസേഴ്സ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്. ഒരു ഫേം ഇക്വിറ്റിയും അതുപോലെ തന്നെ ഡെപ്റ്റും യൂസ് ചെയ്യും. ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്.
A firm uses both equity, that is shareholders fund, and debt, that is borrowed fund, for financing its assets. അതായത് ഒരു ഫേം എന്ത് ചെയ്യും, സ്വന്തം ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മാത്രം വെച്ച് ബിസിനസ് ചെയ്യുന്ന ഫേമുകൾ ഉണ്ടാവില്ല. എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ ഫണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത്. രണ്ടിൻ്റെയും കൂടി ഒരു മിക്സറാണ് അല്ലേ. ഈ മിക്സറിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി അല്ലേ. ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് റേഷ്യോയിലേക്ക് കടക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ബോറോഡ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട്സ് അല്ലേ. ടോട്ടൽ ബോറോഡ് ഫണ്ടിനെ ഓൺഡ് ഫണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടും. ഓർ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട് അല്ലേ. ലോങ് ടേം ഡെപ്റ്റിനെ എന്ത് ചെയ്യുക, ഓൺഡ് ഫണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടായാലും ഒരേ ഇക്വേഷനാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം സെൽഫ് ഫണ്ട് അല്ലെങ്കിൽ സെൽഫ് ഇക്വിറ്റിയും ഡിവൈഡഡ് ബൈ എന്താണ്, അല്ലെങ്കിൽ ടോട്ടൽ ബോറോഡ് ഫണ്ട് ഡിവൈഡ് ബൈ ഓൺ ഫണ്ട് അല്ലെങ്കിൽ ഓൺ ഇക്വിറ്റി. നമ്മൾ കടം വാങ്ങിയ പൈസയും നമ്മുടെ സ്വന്തം പൈസയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. നമുക്കിവിടെ പറയാം ടോട്ടൽ ബോറോഡ് ഫണ്ട് മീൻസ് എന്താണ്, ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്. ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ലോങ് ടേം ഫണ്ട് മാത്രമല്ല ഉപയോഗിക്കുക, നമ്മുടെ അവിടെ രണ്ടും കൂടി എടുക്കും. അതായത് കറണ്ട് ലയബിലിറ്റീസ് അടക്കം എടുക്കും. ഇവിടെ നമ്മൾ ടോട്ടൽ ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാതെ മനസ്സിലായാലും. ഇവിടെ ടോട്ടൽ ബോറോഡ് ഫണ്ട് എടുത്തിട്ടും ചെയ്യാം, അതല്ലെങ്കിൽ ചില കേസുകളിൽ ചില ഓതേഴ്സ് ലോങ് ടേം ഫണ്ട് ഡെപ്റ്റ് മാത്രം എടുത്തിട്ടും ചെയ്യാം. മനസ്സിലായി, രണ്ട് ചെയ്താലും ശരിയാണ്. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലോങ് ടേം ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ് നമ്മൾ എടുക്കുന്നു. ദെൻ ഓൺഡ് ഫണ്ട് ഇൻക്ലൂഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഓൾ ഐറ്റംസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ. നമ്മുടെ ഓൺഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ ആൻഡ് ഓൾ ഐറ്റംസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് കൂടി ചേർന്നാണ് ഓൺ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. The standard ratio is treated as, normally the standard ratio is treated as 2:1 അല്ലേ. സ്റ്റാൻഡേർഡ് റേഷ്യോ 2:1 ആണ്. അതായത് നമ്മൾ ഈ റേഷ്യോയിലാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഓർ എ ഹൈ റേഷ്യോ നോൺ ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അതായത് ഹൈ റേഷ്യോ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈ റിസ്ക്. മനസ്സിലായോ. ഹൈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കടം വാങ്ങിയ ഫണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, കൂടുതൽ റിസ്ക് ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസ് തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വിറ്റിക്ക് എന്താണ് ബോറോഡ് ഫണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ബോറോഡ് ഫണ്ട് ഒരു ഇക്വിറ്റി വെച്ചിട്ടാണ്, അതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ. ഇത് നല്ല റേഷ്യോ ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്. എന്താ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്, നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റോ ഡിവിഡൻ്റൊക്കെ കൊടുക്കുന്ന സെക്യൂരിറ്റീസ് ഉണ്ട്. എന്താണ് ഡിബഞ്ചറിന് ഫിക്സഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയറിന് ഫിക്സഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസും അതുപോലെ തന്നെ എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ. ഓൾ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ. ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി എന്തൊക്കെയാണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ്, ബോൺസ്, പ്രിഫറൻസ് ഷെയർസ്. ഡിബഞ്ചേഴ്സ്, ബോൺസ്, പ്രിഫറൻസ് ഷെയർസ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം വേണ്ട. ദെൻ നെക്സ്റ്റ് വൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഇൻക്ലൂഡ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അവിടെ വരുന്നത് എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് അതിനിടയിൽ വരുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹൈ ഗിയർഡ് റേഷ്യോ ആണെങ്കിൽ, ഹൈ ഗിയർഡ് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് എന്താണ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നമ്മൾ എങ്ങനെയാണ് പുറത്തുനിന്നുള്ള ഫണ്ട് എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ എത്ര ശതമാനം നമ്മൾ പുറത്തുനിന്നുള്ള എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റുക.
ഇനി നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. എന്താണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യാം, അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എ ഫേം സെഡ് ടു ബി ഹൈലി ഗിയർഡ് വെൻ ഇറ്റ് യൂസസ് മോർ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്. അതായത് നമ്മൾ കടം വാങ്ങിയ ഫണ്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഹൈലി ഗിയേർഡ് എന്ന് പറയും. അതായത് എ ഫേം സെഡ് ടു ബി ഹൈലി ഗിയേർഡ് വെൻ ഇറ്റ് യൂസസ് മോർ ഫണ്ട്. നമ്മൾ കൂടുതൽ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മുടെ ഇക്വിറ്റി കുറച്ചും ഒരുപാട് കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഡിബഞ്ചറോ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിനും ഡിബഞ്ചറിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഇൻട്രസ്റ്റും ഫിക്സഡ് ഡിവിഡൻറ്റും കൊടുത്തിരിക്കണം. അതിന് ഡിബഞ്ചർ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ലോൺ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അത്തരം ഫണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഹൈ ഗിയേർഡ് ഫേം എന്ന് പറയും. മനസ്സിലായല്ലോ? ഇഫ് ദ റേഷ്യോ ഈസ് ലെസ് ദെൻ 1 ദ ഫേം സെഡ് ടു ബി ലോ ഗിയേർഡ്. ഒരു ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ, റേഷ്യോ 1 ബിലോ ആണെങ്കിൽ അതിനെ ലോ ഗിയേർഡ് എന്നും, സാധാരണ ഗതിക്ക് 1 കൂടുതലാണെങ്കിൽ ഹൈ ഗിയേർഡ് എന്നാണ് പറയുക. അപ്പോൾ 1 കുറവാണെങ്കിൽ നമ്മൾ ഓൺ ഫണ്ടിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതേസമയം 1 കൂടുതലാണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫണ്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈ ഗിയേർഡ്, 1 കുറവാണെങ്കിൽ ലോ ഗിയേർഡ് ഫേം എന്ന് പറയും. ഇനി മൂന്നാമത്തെ അടുത്ത ഒരു ടൈപ്പ് ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ ഓർ ഇക്വിറ്റി റേഷ്യോ ഓർ നെറ്റ് വർത്ത് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ. ഞാൻ 3 പേര് പറഞ്ഞു. 3 പേര് പറയുമ്പോൾ ഈ 3 പേരും പഠിച്ചാലാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇക്വിറ്റി റേഷ്യോ. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓണർ അല്ലേ? ഇപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇക്വിറ്റി റേഷ്യോ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടാണ്. തേർഡ് നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാലും എന്താണ്, ഷെയർ ക്യാപിറ്റലും ആൻഡ് റിസർവ്സും സർപ്ലസും കൂടി ചേർന്നതാണ്. അപ്പോൾ 3 ഓണർഷിപ്പ് വരുന്നതാണ്. 2 ടോട്ടൽ നെറ്റ് അസറ്റ് റേഷ്യോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ എത്ര അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റേഷ്യോ ആണിത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ടു ടോട്ടൽ അസറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ടു ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ എത്ര ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് അസറ്റിൽ എത്ര ഭാഗം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ വകയായിട്ടുണ്ട് എന്നാണ്. ഇനി അതിൻ്റെ ഇക്വേഷനിലേക്ക് വരാം. ഇക്വേഷൻ എല്ലാവരും ഇത് ഈ റേഷ്യോ അനാലിസിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ പഠിക്കാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻ പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയാം. ഓരോന്നിനും അതിനാണ് നമ്മളിങ്ങനെ ഓരോന്നും ഡീപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാഠം അധികം പഠിച്ചു. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, നെറ്റ് വർത്ത് അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്തിനെ ടോട്ടൽ അസറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ചു മറിച്ചൊക്കെ റേഷ്യോസ് വരും. മനസ്സിലായല്ലോ? അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്താണെന്ന് കുട്ടികൾ ബൈ ഹാർട്ട് പഠിക്കാൻ വേണം, നല്ലതാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ബെറ്റർ സേഫ്റ്റി ടു ക്രെഡിറ്റേഴ്സ്. ഹൈ റേഷ്യോ ആണെങ്കിൽ എന്താണ്, ക്രെഡിറ്റേഴ്സിന് ബെറ്റർ സേഫ്റ്റി ഉള്ളൊരു സ്ഥാപനമാണ്. സിൻസ് ദ ഫേം ഈസ് ലാർജ്ലി ഡിപ്പെൻഡിങ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. മനസ്സിലായല്ലോ? ഹൈ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ കൂടുതലും അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ നെറ്റ് വർത്ത് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് അത് ബെറ്ററാണ്. എന്താ കാരണം, ക്രെഡിറ്റേഴ്സിന് ഇഷ്ടം പോലെ കടം കൊടുക്കാൻ സ്ഥാപനം എന്താണ്, സേഫാണ്. എ ലോ റേഷ്യോ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ്, എ ലോ റേഷ്യോ മീൻസ് മോർ ഡിപ്പെൻഡൻസ് ഓൺ ബോറോഡ് ഫണ്ട് ആൻഡ് ഗ്രേറ്റർ റിസ്ക് ഫോർ ക്രെഡിറ്റേഴ്സ്. ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ കൂടുതലും കടം വാങ്ങിയ ഫണ്ടാണ് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ അസറ്റിൽ ഭൂരിഭാഗവും കടം വാങ്ങിയ പൈസയാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് വലിയ എന്താ പറയുക, നല്ല സേഫ്റ്റി ഉള്ളൊരു സാഹചര്യം അല്ല അവിടെ ഉള്ളത്. അപ്പോൾ ലോ റേഷ്യോ എന്ന് പറയുന്നാൽ എന്താണ്, മോർ ഡിപ്പെൻഡൻസ് ഓൺ ബോറോഡ് ഫണ്ട്, ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് ഗ്രേറ്റർ റിസ്ക് ഫോർ എന്താണ്, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഈ റേഷ്യോ അനാലിസിസ് പഠിക്കുമ്പോൾ നമ്മൾ 3 ഘട്ടമായിട്ടാണ് ഓരോ റേഷ്യോസും പഠിക്കുന്നത്. ഒന്ന്, റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്. 2, റേഷ്യോൻ്റെ എന്താണ്, നമ്മുടെ ഇക്വേഷൻ എന്താണ്, എങ്ങനെ റേഷ്യോ കാണും. 3, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും.
മനസ്സിലായ? റേഷ്യോ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. നമുക്ക് ഒരു ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ഒരു P&L അക്കൗണ്ടോ കിട്ടിക്കഴിഞ്ഞാൽ റേഷ്യോ മാത്രം വെച്ച് നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷനുള്ള കഴിവുണ്ടെങ്കിൽ കൂടിയാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇതിൻ്റെ റേഷ്യോ കിട്ടി, ഹൈ റേഷ്യോ ആണോ ലോ റേഷ്യോ ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ആവറേജ് റേഷ്യോ എന്ന് അറിഞ്ഞാൽ ഇത് അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഹൈ റേഷ്യോ ആണെങ്കിൽ എന്താണ് ബെറ്റർ ആണ്? എന്താണ് ബെറ്റർ? നമ്മുടെ അസറ്റിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സേഫ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ലെവലാണ്. ലോ റേഷ്യോ ആണെങ്കിൽ എന്താണ് റിസ്ക് ഉണ്ട്, ക്രെഡിറ്റേഴ്സിന് കൂടുതൽ റിസ്ക് ഉണ്ട് എന്നുള്ളതാണിത് മൂന്നാമത്തെ റേഷ്യോ. ദെൻ നെക്സ്റ്റ് ഫോർത്ത് റേഷ്യോ സോൾവൻസി റേഷ്യോ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സോൾവൻസി റേഷ്യോ ആണ്. അതിലെ സോൾവൻസി റേഷ്യോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ബോറോഡ് ഫണ്ട് ടു ടോട്ടൽ അസറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ബോറോഡ് ഫണ്ട് ടു ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോൾവൻസി റേഷ്യോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്താണ് ടോട്ടൽ ബോറോഡ് ഫണ്ട് ടു ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബോറോഡ് ഫണ്ടും ടോട്ടൽ അസറ്റ്സും തമ്മിലുള്ള ബന്ധമാണ്. ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. അല്ലെങ്കിൽ ആ ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് അല്ലേ? നമ്മൾ +1 ആദ്യം പഠിക്കുന്നത്, നമ്മൾ ആദ്യം പഠിപ്പിച്ചിരുന്നത് എന്താ? ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് അല്ലേ? പിന്നെയാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നൊക്കെ. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ബോറോഡ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വിറ്റി റേഷ്യോയിൽ എന്താ പഠിച്ചത്? ഓൺഡ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ് അല്ലേ? ഓൺഡ് ഫണ്ട് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ടോട്ടൽ ബോറോഡ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഓർ അതിന് വേറെ രീതിയിൽ പറയുന്നു, ഓർ സോൾവൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു 100 മൈനസ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു ഫേമിന് രണ്ട് സൈഡാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഒന്ന് ബോറോഡ് ഫണ്ടും അല്ലേ? അപ്പോൾ ബോറോഡ് ഫണ്ടിൽ എത്ര ശതമാനമാണ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും ഇക്വിറ്റി ഫണ്ട്. ഫോർ എക്സാമ്പിൾ 40% ബോറോഡ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക അസറ്റിൽ. അപ്പോൾ ഇക്വിറ്റി ഫണ്ട് എത്രയായിരിക്കും? 60% ആയിരിക്കും. 70% ബോറോഡ് ഫണ്ട് എന്നുണ്ടെങ്കിൽ 30% ആയിരിക്കും. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതറാണ്. ഒരു ഭാഗം തന്നെയാണ്. ഒന്ന് 20% ആണെങ്കിൽ മറ്റേ 80% കോംപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് 100-ൽ നിന്ന് ഇക്വിറ്റി റേഷ്യോ കുറച്ചാൽ അതാണെന്ത്? സോൾവൻസി റേഷ്യോ. മനസ്സിലായോ? ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം നമുക്ക്. ഇനി ബോത്ത് ഇക്വിറ്റി റേഷ്യോ ആൻഡ് സോൾവൻസി റേഷ്യോ ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഇഫ് ഇക്വിറ്റി റേഷ്യോ ഈസ് 60%, സോൾവൻസി റേഷ്യോ വിൽ ബി 40%. എന്താ കാരണം? ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇക്വിറ്റി 60% ആണെങ്കിൽ സോൾവൻസി റേഷ്യോ എത്രയായിരിക്കും? 40%. ബോറോഡ് ഫണ്ട് എത്രയായിരിക്കും? 40% ആയിരിക്കും. ഇനി എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്, എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫേം ഈസ് ഡിപ്പെൻഡിങ് മോർ ഓൺ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് അല്ലേ? ഇതിൻ്റെ ഹൈ റേഷ്യോ എന്ന് പറഞ്ഞാൽ നേരത്തെ എൻ്റെ ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ ഹൈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഔട്ട്സൈഡേഴ്സ് ഫണ്ടിനെ ആശ്രയിക്കുന്നു. അത് കാരണം കൊണ്ട് തന്നെ എന്താണ്? റിസ്ക് കൂടുതലാണ് അല്ലേ? സെക്കൻഡ്, ഇഫ് ദ റേഷ്യോ ഈസ് ലോ ദ ഫിനാൻഷ്യൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ബിസിനസ് ഈസ് ലോ. ഇനി റേഷ്യോ കുറവാണെങ്കിലോ നമ്മൾ കൂടുതലും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? റിസ്ക് വളരെ കുറവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഈ രണ്ട് റേഷ്യോസും, അതായത് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി റേഷ്യോയും അതുപോലെ തന്നെ സോൾവൻസി റേഷ്യോയും, ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ എത്ര ഭാഗം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പഠിക്കുന്നു. മറ്റൊന്ന് ബോറോഡ് ഫണ്ടിൻ്റെ എത്ര ഭാഗം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പഠിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റിൽ രണ്ട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് സ്വന്തം ഫണ്ടും ഒന്ന് ബോറോഡ് ഫണ്ടും. അപ്പോൾ ഇക്വിറ്റി ഫണ്ട് 60% ആണെങ്കിൽ ബോറോഡ് ഫണ്ട് എത്രയായിരിക്കും? 40% അല്ലേ? അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇക്വിറ്റി റേഷ്യോ, നെറ്റ് വർത്ത് ടു ടോട്ടൽ അസറ്റ് എന്നൊക്കെ പറയുന്ന ഒരു റേഷ്യോ ആണ് അല്ലേ? ഇത് 40% ആണെങ്കിൽ ഈ സോൾവൻസി റേഷ്യോ എത്രയാണ്? 60%. ഇത് 70% ആണെങ്കിൽ ഇത് 30%. അതുകൊണ്ടാണ് ഇത് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ എന്ന് പറയുന്നത്. എത്രയായി?